ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന പൈ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഉപയോഗിച്ചതെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടിച്ച പഞ്ചസാര വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ മധുരം ആവശ്യമുള്ളവർ കൂടുതൽ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. മെഷറിംഗ് കപ്പ് ഇല്ലാത്തൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കപ്പിൽ അളന്നെടുത്താൽ മതിയാകും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. 1/2 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് അരിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. കേക്ക് ടിന്നോ അവനോ ഒന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബനാന പൈ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്ലോലി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. അതും റൂം ടെമ്പറേച്ചറുള്ള പാലാണ് വേണ്ടത്. ഒരു 1/4 കപ്പോളം പാല് ഇതിലേക്ക് ആവശ്യമായിട്ട് വരും. കുറച്ച് ഒഴിച്ച് നമുക്കിതൊന്ന് നല്ല ബാറ്ററാക്കി എടുക്കാം. പിന്നൊരു കാര്യം, തരികളുള്ള പഞ്ചസാരയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ മുട്ടയും പഞ്ചസാരയും എണ്ണയും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ച് മിക്സ് ചെയ്തെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ചുകൂടി പാല് കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കട്ടകളൊന്നുമില്ലാതെ വളരെ സ്ലോലി ആയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസെൻസ് ആണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ബനാന പൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ബനാനയാണ്. ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏത്തപ്പഴമാണ്, അതായത് നേന്ത്രപ്പഴം. നിങ്ങളുടെ കൈവശം സാദാ പഴമാണുള്ളതെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു പാൻ എടുത്ത് അതിൽ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. നെയ്യുള്ളവർ നെയ്യ് ചേർത്താലും മതിയാകും. ഇത് വളരെ എളുപ്പം ഇതൊന്ന് പാത്രത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് സഹായിക്കും. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. നിങ്ങൾ ഇതിലേക്ക് സാധാരണ റോബസ്റ്റ പഴം വല്ലതുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു റോബസ്റ്റ പഴം ഉടച്ച് ഈ ബാറ്ററിലേക്ക് ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന പാലിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്തിയാൽ മതിയാകും. ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങളിൽ നിന്നും ഒരു 4 പീസ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഈ സമയം നമ്മുടെ കൈവശമുള്ള ഏതെങ്കിലും ഒരു പാന് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കണം. അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഡയറക്റ്റ് മറ്റേ പാന്, നമ്മൾ ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുള്ള പാന് വെക്കുകയാണ്. സ്റ്റാൻഡൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ കുക്കിംഗ് ടൈമിൽ വേരിയേഷൻ കാണും. കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന ബർണറിൻ്റെ ഫ്ലെയിമിൻ്റെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനിതൊരു 1 മണിക്കൂർ കൊണ്ടാണ് കുക്ക് ചെയ്തെടുത്തത്. ആദ്യം ഒരു 15 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തത്. ബാക്കിയെല്ലാം ലോ ഫ്ലെയിമിലായിരുന്നു. ഒരു പപ്പട കുത്തിയോ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഇതുപോലെ ഒന്ന് നോക്കുക. ഇപ്പം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ ബനാന പൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ ഈ ബനാന പൈ കുറച്ചുകൂടി ഒന്ന് ഗ്രാൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കാരമൽ സോസ് ഒഴിക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ച് കാരമൽ സോസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് സോക്കായിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബനാന പൈ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ കാരമൽ സോസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പുറകെ തരുന്നതായിരിക്കും. വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് വാനില എസൻസ് ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ വാനില ഫ്ലേവർ ആയിട്ടുള്ള ഒരു കാരമൽ സോസാണിത്. നമുക്കിതുപോലെ ഇതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരമൽ സോസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ബനാന പൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ബനാന പൈ വിത്ത് കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെച്ചത് കൊണ്ട് ഒന്ന് കട്ടിയായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പെട്ടെന്ന് പോകും. അതൊരു 10 മിനിറ്റ് മുമ്പ് ഇതെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ കുക്ക് ചെയ്ത സമയത്താണ് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1 മണിക്കൂറോളം അത് ഫ്രീസറിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ആർക്ക് വേണമെങ്കിലും നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബനാന പൈയാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി കാണുമ്പോഴേക്കും ബൈ.